ഇന്നതായി പാനൊക്കെ എടുത്തിട്ട് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ വീട്ടിൽ കസ്റ്റാർഡ് പൗഡർ ഇരിക്കുന്നതുകൊണ്ട് തന്നെ അത് തീരാതെ ഇപ്പോൾ ഒരു സമാധാനവും ഇല്ല. അപ്പോൾ യൂട്യൂബ് നോക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയിലാണ്. അങ്ങനെ യൂട്യൂബ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ കസ്റ്റാർഡ് മിൽക്ക് പുഡിങ്ങിന്റെ ഒരു വീഡിയോ കണ്ടത്. അപ്പോൾ അത് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ഒരു പാനിൽ കുറച്ച് പാല് തിളപ്പിക്കാൻ വെച്ചിട്ട് വേറൊരു ബൗളിൽ കുറച്ച് പാലിൽ കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ തിളപ്പിക്കാൻ വെച്ചിരുന്ന പാല് തിളച്ച് വരുമ്പോഴേക്കും അതിലോട്ട് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് പാൽപ്പൊടി. ഇനി ഈ പാല് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ആ ഒരു മിക്സ്ചർ ഈ പാലിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ ഒരു മിക്സ്ചർ അത്യാവശ്യം തിക്ക് കൺസിസ്റ്റൻസിയിലാവും വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം, അത് ലോ ഫ്ലെയിമിൽ. അപ്പോൾ ഇത് വേറൊരു കണ്ടെയ്നറിലോട്ട് മാറ്റാൻ പാകത്തിനുള്ള ഒരു തിക്ക് കൺസിസ്റ്റൻസി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനെ വേറൊരു കണ്ടെയ്നറിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി വലിയ പ്രോസസ് ഒന്നും ഇല്ല. ഇതിനൊരു 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കുക. ഞാനത് പാത്രത്തിലോട്ട് മാറ്റിയപ്പോഴേക്കും അത് പാത്രത്തിന്റെ ഏതോ ഒരു വശത്തായിപ്പോയി. ഇനി അത് നീക്കാൻ ശ്രമിച്ച് അതിന്റെ ഉള്ള ഷേപ്പും കൂടെ കളയണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ തന്നെ എടുത്ത് ടേസ്റ്റ് ചെയ്തു. ഞാൻ ഉണ്ടാക്കിയതായിട്ട് പറയുന്നതല്ല, ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു.